ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും കൂടുമ്പോഴും കൊലപാതകം. നമുക്ക് ടി വിയോ അല്ലെങ്കിൽ യൂട്യൂബോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാറ്റിനകത്തും ഇത് തന്നെയാണ് വരുന്നത്. ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കാനിടയായത്. ഷിബിലി എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭർത്താവ് തന്നെ കൊന്നിരിക്കുകയാണ്. ഷിബിലിയെ മാത്രമല്ല, ഷിബിലിയുടെ പാരൻസിനെയും കൂടി ആക്രമിച്ചിരിക്കുകയാണ്. റീസൺ കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സൗന്ദര്യപ്പിണക്കാവാം, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുന്ന കുഞ്ഞു പ്രശ്നങ്ങളാവാം കാരണം. പക്ഷേ 5 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച ഇയാൾക്ക് എങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ഇത് ആർക്കും സംഭവിക്കാം അല്ലേ? ഇത്രയും വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഇപ്പം നോർമൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതാർക്കും സംഭവിക്കാമെന്നുള്ളതാണ്. ഇയാളാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ സ്വന്തം ഉമ്മയെ കൊന്ന, എനിക്ക് ആളുടെ പേരറിയില്ല, അയാളും ഇയാളും തമ്മിൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. അയാൾ അയാളുടെ ഉമ്മയെ കൊന്നു, ഇയാളാണെങ്കിൽ ഭാര്യയെ കൊന്നു. പേരെനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു കാര്യത്തെപ്പറ്റി ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ പറയാൻ പറ്റില്ല, ആ ഒരു കാര്യം ആവാം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം. പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ഹസ്ബൻഡുമാർ കേട്ടില്ല എന്ന് വെക്കും. ചില ആൾക്കാർക്ക് ദേഷ്യം, ആണുങ്ങൾക്ക് പെട്ടെന്നാണല്ലോ ദേഷ്യം വരിക. കുറേ സഹിക്കും, പിന്നെ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരുപക്ഷെ ഇയാളിങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇത് പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല. ആൾ ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ഓക്കെ, നോമ്പ് മാസമല്ലേ, നോമ്പ് മുറിക്കുന്ന സമയത്ത് എല്ലാവരും വൈകുന്നേരം തിരക്കായിരിക്കാം. അപ്പോൾ അയൽവാസികളൊക്കെ ബിസി ആയിരിക്കാം. അതുകൊണ്ടാണ് ആർക്കും ആ ഒരു സമയത്ത് അവിടെ എത്താൻ പറ്റാത്തത്. ആ ഒരു സമയത്താണ് ഈ ഭർത്താവ് കത്തിയൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ മറ്റു വാർത്തകളിൽ അറിയാൻ പറ്റി ഇയാളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. വരുമ്പോൾ കത്തി കൂടെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അയാൾ വന്നിട്ട് എനിക്കൊന്ന് ഭാര്യയായിട്ട് ഒരുപക്ഷെ സംസാരിച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടായി കാണാം. ഇയാളാണെങ്കിൽ എപ്പോഴും ഭാര്യയെ ക്വാർട്ടേഴ്സിലിട്ട് വിളിക്കുമായിരുന്നു. അയാൾ ക്വാർട്ടേഴ്സിലാണ് പോലും താമസം ഉണ്ടായിരുന്നത്, അയാളും ഭാര്യയും. പിന്നെ ഇയാളുടെ ഉപദ്രവം കാരണം ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് താമസം മാറി. ഇവർക്ക് ചെറിയൊരു കുഞ്ഞുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവന് പേടി ഓൾറെഡി ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കാം വീട്ടിൽ ആ കുട്ടി നിൽക്കുന്നത്. പക്ഷേ ഇയാളാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടിയെ വിളിക്കുമായിരുന്നു, നീ ക്വാർട്ടേഴ്സിലോട്ട് വാന്നും പറഞ്ഞു. പക്ഷേ പെൺകുട്ടിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പെൺകുട്ടി പോവാത്തത്. അതുമാത്രമല്ല, 3-4 മാസം മുമ്പ് ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവളുടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഹെൽത്തിൽ അവൾക്ക് പേടിയുണ്ട്. കാരണം ഇയാളെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ആൾ ഓൾറെഡി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ പോലീസ് കുറച്ച് ആക്ഷൻ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് മറ്റുള്ള വാർത്തകളിൽ അറിയാൻ പറ്റിയത് കേട്ടോ. അതും ശരിയാണ്. ഒരുപക്ഷെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, ആ കേസ് കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ വരില്ലായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും അല്ലേ, പോലീസ് സ്റ്റേഷനൊക്കെ എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഈ പെൺകുട്ടി ഓൾറെഡി അവിടെ കംപ്ലൈൻറ്റ് ചെയ്തതാണ്, പക്ഷെ അവർ ആക്ഷൻ എടുത്തിട്ടില്ല. അത് വേറൊരു തെറ്റ്. അങ്ങനെ ഇയാൾ ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് വന്നിട്ട് ഈ പെൺകുട്ടിയെ ആക്രമിച്ചു. പെൺകുട്ടിയുടെ കഴുത്തിനാണ് ആൾ വെട്ടിയത്. ഒരുപക്ഷെ ആ പെൺകുട്ടി ആ സമയത്ത് തന്നെ മരിച്ചു കാണും. കാരണം പിന്നെ അയൽവാസി പറയുന്നത് കേട്ടു, നല്ല രീതിയിലങ്ങ് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു എന്ന്. നമുക്കത് പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, പെൺകുട്ടിയുടെ ഉപ്പയെയും ഉമ്മയെയും ഇയാൾ ആക്രമിച്ചു. ഒരുപക്ഷെ ഉപ്പയാവുമ്പോൾ പോയിട്ട് അതിൽ ഇടപെട്ട് കാണും. കാരണം സ്വന്തം മകളെ ആക്രമിക്കുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അവരത്രയും കഷ്ടപ്പെട്ട് വലുതാക്കിയ മകൾ, ആ ഒരു മകളുടെ ജീവൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കത് പറയാൻ വിഷമമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഉപ്പനെയും ആക്രമിച്ചു, അതുപോലെ തന്നെ ഉമ്മയെയും ആക്രമിച്ചിട്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണല്ലേ. ഉമ്മയെ നഷ്ടപ്പെട്ടു, ഉപ്പയെയും നഷ്ടപ്പെട്ടു. കാരണം ഉപ്പ ഇപ്പോൾ ഓൾറെഡി പോലീസിൻ്റെ കയ്യിലാണ്.
അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നേരെ പോയിട്ട് 2000 രൂപയ്ക്ക് പെട്രോളും കടം വാങ്ങി, അവിടെ ക്യാഷ് കൊടുത്തില്ല, അവിടെ പെട്രോളും അടിച്ചിട്ട് ഇയാളങ്ങോട്ട് നിന്ന് സ്ഥലം കാലിയാക്കി. പക്ഷേ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ ചിന്തിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥ അല്ലേ. ആ കുഞ്ഞ് ഇനി എങ്ങനെ സ്വന്തം ഉമ്മയെ കൊല്ലുന്ന കാഴ്ചയൊക്കെ ആ കുഞ്ഞ് കണ്ടു കാണില്ലേ. ഒരു പിതാവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, പറയാനും പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ വേറെ വാർത്തയും വരും. നമ്മൾ ഈ ഒരു മാസം എത്ര കൊലപാതകങ്ങളാണ്. ഒരു വാർത്ത കേട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്പുറത്ത് മരിച്ചു, അല്ലെങ്കിൽ ഇപ്പുറത്ത് കൊന്നു, അല്ലെങ്കിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കിണറ്റിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി ഇട്ടു. ഇന്നലെ ഒരു വാർത്ത കണ്ടില്ലേ, ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലങ്ങ് ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കും ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തയാണ്, പടച്ചോനെ എന്തിനായിരിക്കാം ആ കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടത്. നമുക്കൊക്കെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ അപ്സെറ്റായി പോവുകയാണ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും. പക്ഷെ ഷിബിലിയുടെ കാര്യവും ഭയങ്കര കഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, 5 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഗതി. നമുക്ക് ഇതൊക്കെ ഒരു പാഠമാണല്ലേ. സ്വന്തം പാരൻസിനെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ കുറേ പെൺകുട്ടികൾ അങ്ങനെ അന്യമതസ്കരുടെ കൂടെയും എല്ലാം ഇങ്ങനെ പോകുന്നത് തെറ്റില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതാണ്. പക്ഷേ അവരുടെ അവസ്ഥ പിന്നീട് എന്തായിരിക്കും? ഇതൊക്കെ വീട്ടുകാരെ അംഗീകരിച്ചുള്ള കല്യാണമായിരുന്നു, രജിസ്റ്റർ മാരേജ് ആയിരുന്നു. പിന്നെ അവരൊന്നിച്ച് എല്ലാവരും ഫാമിലിയൊക്കെ നല്ല രീതിയിലായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. അതും മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്, ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇയാളുടെ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഒന്നും ഉപയോഗിക്കാതെയാണ് ഇയാൾ ഭാര്യയെ കൊന്നത്. ഇനി ഇവർ തമ്മിൽ മറ്റു വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ ഇങ്ങനെ കൊല്ലൂ എന്നുള്ളതാണ് ശരിക്കും ഒരു ചെറിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാൻ പാടാണ്. ചെറിയൊരു പ്രശ്നത്തിന് ഭാര്യയെ കൊല്ലുമോ നമുക്കറിയില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇനി അവരുടെ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളും ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാരൻസിനെ അറിയിക്കുക പ്രശ്നങ്ങൾ എന്താണ്. ഭർത്താവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ആവുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ അങ്ങ് വരും. കാരണം ഈ ചെറിയ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ആ കുഞ്ഞിനെ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ആ കുഞ്ഞിൻ്റെ മനസ്സിനകത്ത് ഇത് തന്നെയായിരിക്കില്ലേ സ്വന്തം ഉമ്മ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് പെടഞ്ഞു മരിക്കുന്ന കാഴ്ച. ചെറിയ കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് ഇനി മുമ്പോട്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? അയാൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും അതേപോലെ ഒരു കുഞ്ഞിനും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങളൊന്നുകിൽ ആ സ്പോട്ടിന് തന്നെ നിങ്ങളങ്ങ് ഡിവോഴ്സ് ആവുക, അല്ലെങ്കിൽ അവിടെ നിൽക്കരുത്. കാരണം ഒന്നുകിൽ നിങ്ങളെയും കൊല്ലും അല്ലെങ്കിൽ മക്കളെയും കൊല്ലും. അത് നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടുകാർക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിവോഴ്സായിട്ട് മക്കളെ അങ്ങ് വേർപിരിക്കുക. അതല്ലാതെ വേറൊരു മാർഗം ഇവിടെയില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഒരു നാട്ടിൽ നമ്മൾ നന്നാവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നാടുകളിൽ ഇതങ്ങ് സ്പ്രെഡായി പോവുകയാണ്. ലഹരി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലോട്ടങ്ങ് മാറുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഇതിങ്ങനെ ഉപയോഗിക്കുകയാണ്. ഈ ലഹരിയെ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം അതിങ്ങനെ സ്പ്രെഡായി പോവുകയാണ്. പക്ഷെ അതിനൊരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെയും ഇതുപോലെ എല്ലാം രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആർക്കും ഇതുപോലുള്ളൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.